നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റിച്ചുളിക്കും. ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് പലർക്കും മടിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ്റെ കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടൻ എന്ന ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും വൈറ്റ് ജോബിന് വേണ്ടി മെനക്കെട്ട് നടക്കുകയാണ്. കൈക്കൂലി കൊടുക്കാനും തയ്യാറായി. എത്ര പണം കൊടുത്താലും ജോലി കിട്ടണം എന്ന നിലയിലേക്ക് ആളുകൾ മാറിയിരിക്കുകയാണ്. കൃഷി ചെയ്യാനായിട്ട് ആരും തയ്യാറാവുന്നില്ല. ഇതിൻ്റെ ഫലമായി എല്ലാ പച്ചക്കറി ഉൽപ്പന്നങ്ങളും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഗതിയിലെത്തി. എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നോക്കൂ, അവർ സ്വന്തമായിട്ട് കൃഷി മരുഭൂമിയിൽ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ റിസൾട്ട് അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ വൈകിയിട്ടില്ല. നമുക്ക് കൃഷി ചെയ്യാനുള്ള സമയം എത്തിയിരിക്കുന്നു. നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ പല വിഭവങ്ങളുടെയും വില കുറയാനായിട്ട് കാരണമാകും. അതിനാൽ കൃഷിയിലേക്ക് തിരിയൂ, നാടിനെ രക്ഷിക്കൂ. പച്ചക്കറികൾ വിപണിയിലെത്താൻ തുടങ്ങി. ഇതോടെ പച്ചക്കറികളുടെ വിലയും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നല്ല വിളവ് ലഭിച്ചു എന്ന് കർഷകരും പറയുന്നു. ഒമാനിലെ കാർഷിക വിഭവങ്ങളുടെ ഒന്നാം വിളവെടുപ്പ് ആരംഭിച്ചതോടെയാണ് മാർക്കറ്റിൽ ഒമാൻ പച്ചക്കറികൾ സുലഭമായി ലഭ്യമാവാൻ തുടങ്ങിയത്. നിലവിൽ കാബേജ്, കോളിഫ്ലവർ, കാപ്സിക്കം, വഴുതന, പച്ചമുളക് തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും വിപണിയിലെത്തിയിട്ടുണ്ട്. ഒമാൻ പച്ചക്കറികൾ വിപണിയിലെത്തിയതോടെ പച്ചക്കറികൾക്ക് വില കുറയും. ഇത് ഒമാനിലെ താമസക്കാർക്കും പൗരന്മാർക്കും ഏറെ ആശ്വാസവുമാണ്. ഈ വർഷം മുൻവർഷത്തേക്കാൾ ഒമാൻ പച്ചക്കറിയുടെ വില കുറയുമെന്ന് കച്ചവടക്കാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത മാസം പകുതിയോടെ ഒമാന്റെ എല്ലാ പച്ചക്കറികളും വിപണിയിൽ സുലഭമായി ലഭിക്കും. അതേസമയം ഒമാൻ തക്കാളി അടുത്ത മാസം പകുതിയോടെ മാത്രമായിരിക്കും വിപണിയിലെത്തുക. നിലവിൽ തക്കാളി ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതിനാൽ തക്കാളി വില ഒരു മാസം കൂടി ഉയർന്നു നിൽക്കാനാണ് സാധ്യത. അടുത്ത മാസം പകുതിയോടെയാണ് രണ്ടാം വിളവെടുപ്പ് ആരംഭിക്കുക. ഇതോടെ പച്ചക്കറികളുടെ വില വീണ്ടും കുറയും. മീഡിയ 1, മസ്കത്ത്.